നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ. 5 സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ UDFന് വലിയ സീറ്റ് വർധന, 100 മേലെ 102 സീറ്റ് കിട്ടി. കേരളം കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി ഏറെക്കുറെ സീറ്റിന്റെ നിലയിൽ തകർന്നടിഞ്ഞുപോയി. കേരളത്തിന് മുമ്പ് പരിചിതമല്ലാത്ത 3 സീറ്റുകൾ താമര ചിഹ്നത്തിൽ ദേശീയ പാർട്ടിക്ക് ലഭിച്ചു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വളരെ വലിയ ആശയക്കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 നേതാക്കന്മാർക്കിടയിലുള്ള സംഘർഷം. ഞങ്ങൾക്കാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്ന് പറയുന്നു. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ നിങ്ങളും ഞാനും ഈ നാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു, വോട്ട് ചെയ്യുന്നു, നമ്മുടെ MLA-മാരെ തെരഞ്ഞെടുക്കുന്നു, അവർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റാണ്. ഇത് വളരെ മനോഹരമാണ്. ജനാധിപത്യത്തിൽ ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും നമുക്ക് ചൈനയിലോ അതുപോലെ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊന്നും ഈ ജനാധിപത്യ രീതി കാണാൻ കഴിയില്ല. പാകിസ്ഥാനിൽ ജനാധിപത്യമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ പട്ടാളക്കാർ അട്ടിമറിക്കുന്ന രംഗമാണ് നമ്മൾ കൂടുതലും കണ്ടത്. അതുകൊണ്ട് അവിടുത്തെ ജനാധിപത്യത്തിന് ഒരു വാല്യൂ ഇല്ല. ഭാരതത്തിന്റെ ജനാധിപത്യം മഹത്തരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭാരതത്തിൽ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനിന്ന് 4 സംസ്ഥാനങ്ങളുടെ അധികാരമാണ് കയ്യിലുള്ളത്. BJP NDA സഖ്യകക്ഷികൾക്ക് 22 സംസ്ഥാനങ്ങളാണ് ഭരിക്കുന്നത്. തമിഴ്നാടും ജമ്മു കാശ്മീരും മാത്രമേ മറ്റ് കക്ഷികൾ ഭരിക്കുന്നുള്ളൂ. ആലോചിച്ചു നോക്കുക, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ 80% ഭാഗങ്ങൾ ഭരിക്കുന്നു. ഒരു കാലത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. ഈ 8 സംസ്ഥാനങ്ങളിലും കൂടി 25 ലോക്സഭാ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ. അപ്പൊ 25 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ഈ 8 സംസ്ഥാനങ്ങളെ നമ്മളെന്തിനു ശ്രദ്ധിക്കണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്. വിഘടനവാദികളും രാഷ്ട്രവിരുദ്ധ ശക്തികളും അഴിഞ്ഞാടി. ഒരിക്കൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞിട്ടുണ്ട്, നാഗാലാൻഡിൽ ചെന്നപ്പോ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരികയാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ അന്ന് അദ്ദേഹം കണ്ട ബോർഡുകൾ ഇന്ത്യൻ ഡോഗ്സ് ഗോ ബാക്ക്, ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളെയെല്ലാം വികസനം കൊണ്ട് ഏകോപിപ്പിക്കുവാനും ആ സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് ഭരിക്കുന്നത് BJPയോ ഘടകകക്ഷികളോ ആണ്. ഇന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കലാപങ്ങളും പ്രശ്നങ്ങളും ഒന്നും കാണുന്നില്ല. മണിപ്പൂരിലുണ്ടായിരുന്നു. ആ പ്രശ്നമെല്ലാം ഏറെക്കുറെ പരിഹരിക്കുവാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശക്തനായ ഒരു ഭരണാധികാരി, ധാർമ്മിക ബോധമുള്ള, വിനയമുള്ള, രാഷ്ട്രകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ശക്തനായ ഒരു ഭരണാധികാരി BJPക്ക് ഉണ്ട്. അങ്ങനെ എപ്പോഴും ഉണ്ടാവണം. പക്ഷെ അതൊരിക്കലും സ്വേച്ഛാധിപതിയാകുകയും ചെയ്യരുത്. ഇക്കഴിഞ്ഞ കേരളത്തിൽ 10 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ശ്രീ പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു. പ്രവർത്തനങ്ങളിൽ വിനയമുണ്ടായിരുന്നില്ല. സമൂഹത്തോട് സ്നേഹത്തോടുകൂടി പെരുമാറും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ അറിയാം. മാത്രമല്ല അദ്ദേഹം രോഗം തളർത്തിയിരുന്നു. ഇപ്പൊ BJPയിൽ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, 75 വയസ്സാണ് അധികാരത്തിന്റെ പ്രായപരിധി എന്ന്. പിന്നീട് BJP അത് മോദിജിയുടെ കാര്യത്തിൽ അത് പരിഗണിച്ചില്ല. അപ്പൊ വലിയ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം 75ഓ 80ഓ വയസ്സായാലും ഒരു 45 വയസ്സുകാരന്റെ അല്ലെങ്കിൽ ഒരു 35 വയസ്സുകാരന്റെ ആ ഊർജ്ജസ്വലതയോടുകൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി പണിയെടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാവാം ഒരു ദിവസം പോലും ആശുപത്രിയിൽ കിടന്നിട്ടില്ല. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി കേരളം നമ്പർ 1 ആരോഗ്യ മേഖല എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയിലാണ് ചികിത്സ. അദ്ദേഹത്തിന് നല്ല രോഗമുണ്ട്, ആ രോഗത്തിന്റെ ക്ഷീണമുണ്ട്, ആ രോഗത്തിന്റെ അസ്വസ്ഥതകളുണ്ട്. ആ രോഗമാണ് അദ്ദേഹത്തെ കൊണ്ട് പലപ്പോഴും വെറുപ്പ് പിടിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് രോഗിയായ ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് കയറുന്നു, നന്നായിട്ട് ചൂട് കൊള്ളുന്നു അല്ലെങ്കിൽ തണുപ്പ് കൊള്ളുന്നു, ഇതൊക്കെ പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളും സാഹചര്യങ്ങളും ഒന്നും പൊരുത്തപ്പെടുവാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വെറുപ്പുണ്ടാവും. നമ്മളും അങ്ങനെയാണ്. നല്ല തലവേദന പിടിച്ചു കിടക്കുന്ന ഒരാളോട് നിങ്ങൾ സംസാരിക്കാൻ ചെന്നാൽ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാവും. സ്വാഭാവികമാണത്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കൂ, അദ്ദേഹം 18 മണിക്കൂർ ജോലിയെടുക്കുന്നു. അപ്പൊ ഊർജ്ജസ്വലനായ ഒരു ഭരണാധികാരി, അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്റെ സഹപ്രവർത്തകരോടുകൂടി ആലോചിച്ചിട്ടാണ്. ഇപ്പൊ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. എന്നാൽ
കോൺഗ്രസ് കുടുംബത്തിലും ഈ സ്വേച്ഛാധിപത്യമുണ്ട്, ഏകാധിപത്യമുണ്ട്. അത് ആ കുടുംബത്തിന്റെ ഏകാധിപത്യമാണ്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, രാഷ്ട്രീയമല്ല പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ ഭാര്യ അല്ലായിരുന്നുവെങ്കിൽ സോണിയാഗാന്ധിയെ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷയാക്കുമായിരുന്നോ, ഒരു വാർഡ് പ്രസിഡന്റ് ആക്കുമായിരുന്നോ? ഇല്ല, രാജീവ് ഗാന്ധി എന്ന മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയായി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലെ അംഗത്തിന്റെ ഭാര്യയായി എന്നത് മാത്രമാണ് യോഗ്യത. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധി ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവാണ്. എത്ര അപക്വമായ കാര്യങ്ങളാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാൾ BJP തൂത്തുവാരിയപ്പോ അവിടെ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ശരിയായില്ല. അവിടെ BJP ജയിച്ചു എന്നതുകൊണ്ട് അവിടെ കൃത്രിമം നടന്നിട്ടുണ്ട്. ആസാമിൽ BJP ജയിച്ചു, കൃത്രിമം നടന്നിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലും കേരളത്തിലും ഉപയോഗിച്ച മെഷീന് വലിയ കേടില്ല, അവിടെ പ്രോബ്ലം ഇല്ല. കാരണം തമിഴ്നാട്ടിൽ BJPക്ക് 1 സീറ്റേ ഉള്ളൂ, കേരളത്തിൽ 3 സീറ്റേ ഉള്ളൂ. UDF അദ്ദേഹത്തിന്റെ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ വന്നപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച മെഷീൻസ് എല്ലാം നല്ലതായിരുന്നു, പശ്ചിമ ബംഗാളിൽ ഉപയോഗിച്ച മെഷീൻസ് എല്ലാം മോശമായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ നാടിന്റെ പ്രതിപക്ഷ നേതാവ്. ആലോചിച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അപക്വമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി പദത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാകുന്നത്. ഉദാഹരണത്തിന് KC വേണുഗോപാലിന് കേരളത്തിൽ വലിയ റോളില്ല. എന്നാൽ അദ്ദേഹത്തിന് അറിയാം, എനിക്ക് ഭാരതത്തിലും റോളില്ല, രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നിട്ട് പ്രയോജനമില്ല. 2029 തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. എന്തായാലും അത് ആർജിക്കുകയും ചെയ്യും, ഒരു സംശയമില്ല. കാരണം BJPക്കെതിരെ പടവാൾ ഉയർത്തി എല്ലാവരും സൈഡായി. അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ദീദി എന്ന് പറയുന്ന മമത. രാഷ്ട്രവിരുദ്ധ സ്ത്രീയായിരുന്നു അവര്. ബംഗ്ലാദേശികളെ നുഴഞ്ഞു കയറുവാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച സ്ത്രീയായിരുന്നു. SIR നടപ്പിലാക്കി എല്ലാവരെയും 1 കോടിയോളം ആളുകളെ പുറത്താക്കിയപ്പോ BJPക്ക് അനായാസേന ജയിക്കുവാൻ കഴിഞ്ഞു. അതായത് കള്ളവോട്ടുകളായിരുന്നു ദീദിയുടെ വിജയകാരണം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. 91 ലക്ഷം വോട്ടുകളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ 29 ലക്ഷം വോട്ടുകളാണ് കേരളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഇരട്ട വോട്ടുകൾ, കള്ളവോട്ടുകൾ, മരിച്ചവരുടെ വോട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കിയപ്പോ ഇവിടെ സുതാര്യമായൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടന്നത്. അവിടെ വൻ വിജയം BJPക്ക് പശ്ചിമ ബംഗാളിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാൾ നമ്മുടെ രാജ്യസുരക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുകൂടി അറിയണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാടിന്റെ സുരക്ഷയാണ് BJPയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം. അതുകൊണ്ടാണ് നമ്മളെല്ലാം BJPയെ സപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായിട്ട് BJPയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഐക്യവും ഉണ്ടാകാം, സ്വാഭാവികമാണത്. നമ്മുടെ വോട്ട് നമ്മൾ പലർക്കും ചെയ്തേക്കാം. പക്ഷേ രാഷ്ട്രമാദ്യം, രാഷ്ട്രീയം രണ്ടാമത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കാരണം രാഷ്ട്രം ഇല്ലെങ്കിൽ, രാഷ്ട്രം ശക്തമല്ല എങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വൈകുന്നു. ഭാവിയിൽ വലിയ സംഘർഷങ്ങൾ ആ പാർട്ടിയിൽ വരാൻ പോവുകയാണ്. എനിക്ക് ദേശീയ തലത്തിൽ ഒന്നും ചെയ്യുവാനില്ലെന്ന് തിരിച്ചറിഞ്ഞ KC കേരളത്തിൽ മുഖ്യമന്ത്രിയാകുവാൻ ഒരു ഭാഗത്ത് പരിശ്രമിക്കുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ നന്നായി പണിയെടുത്ത ആള്, വിജയശില്പി എന്നൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ അതിന് അർഹമായ ആള് എന്ന് പറയുന്നത് VD സതീശനാണ്. പക്ഷെ VD സതീശന് ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അദ്ദേഹം എതിർക്കുന്നില്ല എന്നതാണ്. ഇസ്ലാമിനെയും ഇസ്ലാമിക തീവ്രവാദത്തെയും നിങ്ങൾ രണ്ടായി കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ശശി തരൂർ എങ്ങനെയാണ് സൈഡായി പോയത്? ഒരൊറ്റ വാക്ക് പറഞ്ഞുപോയി. അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആളായിരുന്നു. കോഴിക്കോട് പാലസ്തീൻ ഐക്യദാർഢ്യം നടന്നപ്പോ അതാലോചിച്ച് നോക്കൂ, പാലസ്തീന് വേണ്ടി ഐക്യദാർഢ്യമുണ്ട്. പക്ഷേ എവിടെയെങ്കിലും മുസ്ലിങ്ങളെ കൂട്ടക്കൊരുത് നടത്തിയാൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് ഒരു കുഴപ്പമില്ല. അത് സുഡാനിൽ പച്ചക്ക് മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്. പാകിസ്ഥാനിൽ ഒരു വർഷം 20,000 മുസ്ലിങ്ങൾ മരിക്കുന്നുണ്ട്. അതൊന്നും ഇവർക്ക് കുഴപ്പമില്ല. ഇറാഖിന്റെ പ്രശ്നം അവർക്ക് വിഷയമല്ല. ഇറാൻ കൊണ്ടുപോയിട്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബോംബിടുന്നത് അവർക്ക് വിഷയമല്ല. അവർക്ക് ജൂതനും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയം മാത്രമേ വിഷയമുള്ളൂ. അപ്പൊ പാലസ്തീൻകാര് ജൂതന്മാരെ കൊന്നു, ആ വിഷയത്തെ പാലസ്തീൻ ഭീകരന്മാർ ജൂതന്മാരെ കൊന്നതായിരുന്നു ഈ യുദ്ധത്തിന് കാരണമെന്ന് ശശി തരൂർ ഒരു സത്യം പറഞ്ഞുപോയി. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായി. ഇന്ന് അദ്ദേഹം ഒരു വലിഞ്ഞു കയറി വന്നവനെ പോലെയാണ് UDFന്റെ യോഗത്തിലല്ല അദ്ദേഹത്തിന്റെ സ്ഥാനം. അദ്ദേഹത്തിന് ഒട്ടും ചേർന്നതല്ല ഇന്ന് കോൺഗ്രസ്. കാരണം ലീഗിന്റെ അപ്രീതി നേടിയ ആളാണ് ശശി തരൂർ. ശശി തരൂർ ചെയ്ത തെറ്റ് അങ്ങൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഹമാസ് ഭീകരന്മാരാണെന്ന് പറയാൻ പാടില്ല. അങ്ങ് എന്തായിരുന്നു പറയേണ്ടത്? മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അങ്ങ് പറയേണ്ടിയിരുന്നത് ഹമാസ് വിശുദ്ധ പോരാളികളാണ് എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു എന്നുകൊണ്ട് അങ്ങ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായി. തിരുവനന്തപുരത്തിന്റെ MP എന്ന നിലയിൽ അങ്ങേക്ക് പരിമിതികളുണ്ട്. പക്ഷെ അങ്ങയുടെ കഴിവുകൾ രാജ്യത്തിനുവേണ്ടി ഉപയോഗിക്കണം. അത് ഉടനടി മോദിജിയുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങ് BJPയിലേക്ക് വരേണ്ട ആളാണ്. ഈ രാജ്യത്തിന്റെ ഒരു വലിയ മന്ത്രിയാകേണ്ട ആളാണ്.
ഈ രാജ്യത്തെ ലീഡ് ചെയ്യുവാനുള്ള ഒരുപാട് കഴിവ്, അറിവുള്ള ആളാണ്. അപ്പൊ അങ്ങേപോലെയുള്ള ആളുകൾ ചവിട്ടിക്കൂട്ടി സൈഡാക്കുന്നത് മുസ്ലിം ലീഗിന് ഇഷ്ടമല്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ലീഗിന് ഇഷ്ടം വി ഡി സതീശനെയാണ്. അതുകൊണ്ട് ആരാവും മുഖ്യമന്ത്രി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനിടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന സീനിയർ നേതാവും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് വട്ടം കൂട്ടുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായാൽ ബാക്കിയുള്ളവർ രണ്ടുപേർ ഇവർക്കിട്ട് പാര പണിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോ കോൺഗ്രസിനെ ആളുകൾ സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് 7 റൗണ്ട് ധർമ്മടത്ത് അദ്ദേഹം പിറകിൽ പോയി എന്നതിന്റെ കാരണം. നമ്മൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ തോൽവിയും അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവും അത്ഭുതപ്പെടുന്നതാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കലഹിച്ചു പോയ എല്ലാവരും വിജയിച്ചു എന്നുള്ളതാണ്. പയ്യന്നൂർ എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ കോട്ട കൊത്തളമാണ്. അവിടെയെല്ലാം വിഘടനവാദികളായിട്ടുള്ള പാർട്ടിക്കെതിരെ സംസാരിച്ച ഗോവിന്ദനും ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും എല്ലാം അനായാസേന നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പാർട്ടിയോടുള്ള പ്രവർത്തകന്മാരുടെ അനൈക്യം. അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ ശരിക്കും നമ്മൾ ഹൃദയം കൊണ്ട് സ്മരിക്കുന്ന ഒരു രംഗമാണത്. ഉമ്മൻചാണ്ടി പോകുമ്പോൾ കേരളത്തിൽ 29 ബാറാണ്, പക്ഷെ ഇപ്പൊ 853 ബാറാണ്. അതായത് നാടിന്റെ മുക്കിലും മൂലയിലും ബാറുകൾ തുറന്നു കൊടുത്തു 10 വർഷം കൊണ്ട്. കേരളത്തെ ഏറെക്കുറെ മധ്യത്തിൽ മുക്കിക്കളഞ്ഞു പിണറായി വിജയൻ സർക്കാർ. സ്വബോധമില്ലാത്ത ജനതയെ സൃഷ്ടിച്ചു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹിന്ദുക്കൾക്കാണ്. കാരണം ഹിന്ദുക്കളാണ് മദ്യപാനത്തിൽ കൂടുതൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. മുസ്ലിങ്ങളും താരതമ്യേന മദ്യപാനത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ബാറിനെതിരല്ല. കാരണം അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നത് അവർക്കറിയാം. മുസ്ലിങ്ങളെ ഈ ബാർ ബാധിക്കാൻ തുടങ്ങുമ്പോൾ മുസ്ലിം ലീഗിന് അത് എതിരാവും. പക്ഷെ ഇപ്പം ബാറുകൾ മുസ്ലിം ലീഗ് തുടങ്ങും, അല്ലെങ്കിൽ ഉള്ള ബാറുകൾ വേണ്ട എന്നൊന്നും ലീഗ് പറയില്ല. അവർക്ക് മദ്യം ഹറാമാണ്, മദ്യം കുടിക്കുന്നവർ നരകത്തിൽ പോകും എന്നൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ UDF-ൽ വളരെ പ്രധാന കക്ഷിയായിട്ട് അവർ വരുമ്പോഴും മദ്യമില്ലാത്തൊരു കേരളം എന്നത് ഒരിക്കലും ലീഗിന്റെ മുദ്രാവാക്യമല്ല. ചേർക്കള അബ്ദുള്ളയുടെ നെറ്റിയിൽ ഒരു കുങ്കുമതല അണിയിച്ചപ്പോ ഒരു പള്ളിയിലും കയറ്റരുത് എന്ന് പറഞ്ഞ ആളുകൾക്ക് കേരളത്തിൽ മദ്യം വേണ്ട എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ലീഗ് പറഞ്ഞാൽ നടക്കും. ലീഗിന്റെ നേതൃത്വം ശക്തമാണ്. ലീഗ് ഐക്യകണ്ഠേനയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ പാണക്കാട് തറവാടിന് ഒരു മഹത്വമുണ്ട്, അവർക്കൊരു നിയന്ത്രണ ശക്തിയുമുണ്ടെന്നറിയണം. പക്ഷെ പിണറായി വിജയന് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി. പിണറായി വിജയന്റെ നേതൃത്വത്തെ എതിർക്കുന്ന ആളുകൾ പാർട്ടിയിൽ ധാരാളം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം സ്വേച്ഛാധിപതിയായിരുന്നു. VS അച്യുതാനന്ദനെ സൈഡാക്കാൻ വേണ്ടിയിട്ട് 10 കോടി രൂപ നമ്മുടെ പണം പോയി. കാരണം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തെ അവിടെ കുടിയിരുത്തി. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അധികാരത്തോടുള്ള കൊതി, അത് 2 മന്ത്രിമാരിലും നമ്മളിപ്പോ കണ്ടു. ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും രണ്ടുപേരും വയ്യ. ഇപ്പൊ ശശീന്ദ്രനെ ഷർട്ട് മറ്റൊരാൾ ധരിപ്പിച്ചു കൊടുക്കണം, അത്രയും രോഗിയാണ് അയാൾ. കടന്നപ്പള്ളിക്ക് ആരോഗ്യമേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ കുഴിയിലേക്ക് പോകുന്ന സമയത്ത് മത്സരിക്കാൻ നിന്നു. രണ്ടുപേരും തോറ്റുപോയത് കേരളത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതണം. ഇപ്പൊ ഘടകകക്ഷികൾ വന്ന ഓരോ സീറ്റ് ഇവർക്ക് കൊടുത്തപ്പോ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന നേതാക്കന്മാര്, യാതൊരു ആദർശബോധവുമില്ലാത്ത അധികാര കുതിയന്മാരായിട്ടുള്ള ഇത്തരം ആളുകൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലിനമാക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടറിയണം. അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തോൽവി വളരെ നന്നായിരുന്നു. വ്യക്തമായ ഒരു ആദർശം അവർക്കില്ല. ആരാണോ ഭരിക്കുന്നത് അവിടെ കൂടെ കൂടുക, ഇത്തിൽ കണ്ണികളെ പോലെ എന്ന് പറയുന്നു. അവരെല്ലായിടത്തും തോറ്റു തുന്നം പാടിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവണം. 5 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു നാടിനെയാണ് UDF ഏറ്റെടുക്കാൻ പോകുന്നത്. വലിയ ടാസ്കാണ്. 3.5 കോടി രൂപയുടെ പുതിയ കടമാണ് പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും കടമെടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം. പദ്ധതികൾക്ക് വേണ്ടി എല്ലാവരും കടമെടുക്കാറുണ്ട്. ഇപ്പോ ഗുജറാത്ത് സർക്കാർ, മഹാരാഷ്ട്ര സർക്കാരും കടമെടുത്തിട്ടുണ്ട് അതിവേഗ റെയിൽവേ, നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടി. അത് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ വരുമാനം കൊണ്ട് ആ പൈസ അടക്കാനേ ഉള്ളൂ. ഇത് മാസാമാസം പെൻഷൻ കൊടുക്കുവാനും ശമ്പളം കൊടുക്കുവാനും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നറിയണം. ഊതിക്കാച്ചിയ ചില കാര്യങ്ങൾ മാത്രമാണ്. കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം ശക്തമായതുകൊണ്ട് മാത്രമാണ് കേരളം പട്ടിണി കിടക്കാതെ പോയത്. കാരണം ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന 30 കിലോ അരിയും അതിന്റെ തൊട്ടുമേലെ കൊടുക്കുന്ന 20 കിലോ അരിയും ഒരാൾക്ക് 4 കിലോ വെച്ച് കൊടുക്കുന്നതൊക്കെ പൂർണ്ണമായും കേന്ദ്രമാണ്. ഒരു സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് 6000 രൂപ കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്നറിയണം. ഇങ്ങനെ 300ഓളം പദ്ധതികളിലൂടെ ഈ നാടിനെ ചേർത്ത് കോർത്ത് നിർത്തുവാൻ അതിശക്തമായ ഒരു ഭരണകൂടം കേന്ദ്രത്തിലുണ്ട് എന്നതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടു പോകുന്നത് എന്നുകൂടി അറിയണം. അപ്പൊ സമഗ്രമായിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ പോസിറ്റീവാണ്. BJPയുടെ മുന്നേറ്റം, BJPക്കെതിരെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാണ്. 30% മുസ്ലിം വോട്ടുള്ള ഒരിടത്തും BJP ജയിക്കില്ല. പാലക്കാട് അങ്ങനെയാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ മനോഭാവത്തെ മാറ്റുവാൻ കഴിയണം. ഉത്തര ഭാരതത്തിൽ മുസ്ലിങ്ങൾ
ഏറെക്കുറെ ബി ജെ പിയെ സ്വാധീനിക്കുന്നുണ്ട്, ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പോലും നമുക്ക് പാഠം അങ്ങനെ നൽകുന്നുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ 65% മുസ്ലിങ്ങൾ ജീവിക്കുന്ന പല മണ്ഡലങ്ങൾ പോലും ബി ജെ പി തൂത്തുവാരിയിട്ടുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പം ബി ജെ പി മുസ്ലിം വിരുദ്ധരാണ് എന്ന ഭാവത്തെ മാറ്റണം. ആ മുസ്ലിങ്ങൾക്കിടയിലെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ കഴിയണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് മുസ്ലിങ്ങൾ സംഘടിതരും മുസ്ലിങ്ങളുടെ പാർട്ടിയും ശക്തമാണ് കേരളത്തിൽ. ക്രിസ്ത്യാനികളുടെ പാർട്ടിയും മുസ്ലിങ്ങളുടെ പാർട്ടിയും ശക്തമാണ് ഈ കേരളത്തിൽ എന്നറിയണം. അപ്പൊ മുസ്ലിങ്ങളുടെ സംശയത്തെ ദൂരീകരിച്ച് തീവ്രവാദികളെ കാണുന്ന കണ്ണുകൊണ്ട് സാമാന്യ മുസ്ലിങ്ങളെ കാണാതെ നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന രീതിയിലേക്ക് വരുന്ന 5 വർഷക്കാലം ബി ജെ പി ഒന്നുകൂടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ബി ജെ പി ഇന്ന് 2ാം സ്ഥാനത്തുള്ള സ്ഥലങ്ങൾ ധാരാളമാണ്. 30,000-ന് മേലെ വോട്ട് കിട്ടിയ 30-ൽ പരം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം ബി ജെ പി അതിശക്തമായ സംഘടനയാണ്. പക്ഷേ ബി ജെ പിക്ക് അതിശക്തരായിട്ടുള്ള ഘടകകക്ഷികൾ കൂടി വേണം. ഇടയ്ക്ക് ടി ജി മോഹൻദാസ് സാറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ലീഗിനെ കൂട്ടിയാൽ ഏറ്റവും നല്ലതാണ്. നോക്കൂ, ബി ജെ പിക്ക് ആരോട് അയിത്തൊന്നുമില്ല. PDP യെ കൂട്ടിയിട്ട് ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗിനെ പോലെ ശക്തമായ ഒരു സംഘടന നാളെ ബി ജെ പിയിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലേക്ക് ഉള്ള ഒരു മനോഭാവത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയണം. കാരണം ഈ നാടിന്റെ ജനസംഖ്യയിൽ 30% മുസ്ലിങ്ങളും 20% ക്രിസ്ത്യാനികളും ബാക്കി 50% ഹിന്ദുക്കൾ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. മുസ്ലിങ്ങളെ പിണക്കിക്കൊണ്ട് ഒരിക്കലും ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മഞ്ചേശ്വരത്ത് എങ്ങനെയാണെന്ന് കെ സുരേന്ദ്രനെ തോൽപ്പിച്ചത്. അദ്ദേഹം ഏറ്റവും വോട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് അദ്ദേഹം. പക്ഷെ എന്നിട്ടും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തോറ്റിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 755 അതിന് മുൻപ് പ്രാവശ്യം 86 വോട്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം 20,000-ൽ പരം വോട്ടിനാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുക. പോപ്പുലർ ഫ്രണ്ട് സ്ഥാനാർത്ഥിയെ SDP സ്ഥാനാർത്ഥിയെ അവിടെ പിൻവലിച്ചു. അപ്പൊ അതൊക്കെ അവർ ചെയ്യുന്നത് അന്ധമായ ബി ജെ പി വിരോധം കൊണ്ടാണ്. അപ്പൊ ഒരു സാമാന്യ മുസ്ലിമിന്റെ ഉള്ളിൽ അന്ധമായ ബി ജെ പി വിരോധത്തെ അത് ഹിന്ദു വിരോധമായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് സംഘികൾക്കെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആടിന്റെ തലയറുത്ത് കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുന്നത് RSSനെതിരെ അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ജാഗ്രതയോടും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും കേരളത്തിൽ. കാരണം കേരളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഭീകരന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പണത്തിന്റെ കുത്തൊഴുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏറെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തുമ്പോൾ നല്ലൊരു ഭരണം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തെ മാനിക്കുന്നു. ജനാധിപത്യത്തിൽ പ്രകാരം 5 കൊല്ലക്കാലത്തേക്ക് ഇനി 31 വരെ കേരളം ഭരിക്കുവാൻ UDFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ലീഗിന്റെയും മറ്റ് ഘടകകക്ഷിയുടെ മന്ത്രിമാരുണ്ടാകും. സ്വസ്ഥവും സ്വൈരവുമായിട്ട് നാട് ഭരിച്ചു കൊണ്ടുപോകണം. ഇനി പ്രതിപക്ഷത്ത് CPM ആണ്. ഇനി അക്രമങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ DYFI എല്ലാം വളരെ സൈലന്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണപ്പൊതി വിതരണം ചെയ്തുകൊണ്ട് സേവാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എത്ര കാലം DYFI ഭക്ഷണപ്പൊതി കൊടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും